ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മനോഹർ സരയുടെ അടുത്തും ഷാരുടെ അടുത്തും പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും നമുക്ക് അച്ഛനെ മെൻ്റൽ ഹോസ്പിറ്റലിൽ എത്തിച്ചേ പറ്റൂ. അതിന് അച്ഛൻ കഴിക്കുന്ന ഭക്ഷണത്തിലോ പാനീയത്തിലോ മരുന്ന് ചേർത്ത് ഉറക്കി കിടത്തണം, എന്നിട്ട് വേണം നമുക്ക് ഇവിടുന്ന് മെൻ്റൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ എന്ന് പറയുമ്പോൾ ഷാരി പറയണ്ട, എൻ്റെ പൊന്നു മോനെ ഞാൻ ഈ കാര്യം ഇവളോട് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് പറയാണ്. പക്ഷെ മോൻ എന്താ വിചാരിക്കുമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞങ്ങളിത് മോനോട് പറയാത്തതെന്ന് പറയുമ്പോൾ, ഞാൻ എന്ത് വിചാരിക്കാണമ്മേ, അച്ഛനെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ, അച്ഛൻ്റെ അസുഖം മാറാൻ വേണ്ടിയിട്ടല്ലേ. അച്ഛന് മെൻ്റൽ ഹോസ്പിറ്റലൊക്കെ പോയി കഴിഞ്ഞാൽ അച്ഛനെ ഷോക്ക് കടിക്കും എന്ന് പറയുമ്പോൾ, അതെന്തായാലും കുഴപ്പമില്ല, അങ്ങയുടെ തല ഒന്ന് നേരായാൽ മതി എന്ന് ഷാരി പറയുവാണ്. എങ്കിൽ നമുക്ക് അതുപോലെ ചെയ്യാമെന്ന, എങ്ങനെയെങ്കിലൊക്കെ അമ്മ രാത്രി മയക്കി കിടത്തിയാൽ മാത്രം മതി, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റു എന്ന് പറഞ്ഞിട്ട് മനോഹർ അവിടെ നിന്ന് പോകുവാണ്. മനോഹർ പോയി കഴിയുമ്പോഴേക്കും എന്താണ് നമ്മുടെ ഷാരിയും സരിയും പറയുന്നുണ്ട്, പാവം മനുമോൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങളിങ്ങനെ പിടിച്ച് നിൽക്കണത് മോളെ എന്ന് പറയാട്ടോ ഷാരി. അവനെപ്പോലത്തെ ഒരു മരുമോനെ കിട്ടിയത് ഭാഗ്യമാണ്, വേറെ ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിലോ നിന്നിട്ടേച്ച് ഇവിടുന്ന് പോയാനെ എന്ന് പറയുമ്പോൾ സരിയു പറയണ്ട, അതെ എന്നെ അത്രയ്ക്കും ഇഷ്ടമുള്ളത് കൊണ്ട് മാത്രമാണ് പാവം എൻ്റെ മനുവേട്ടൻ ഇതൊക്കെ സഹിച്ച് ഇവിടെ നിൽക്കണത് എന്ന് പറയുവാട്ടോ. അതിനുശേഷം കാണിക്കുന്നത് വിക്രത്തിനെയും പ്രകാശിനെയും മുത്തശ്ശീനെയാണ്. വിക്രം പറയുന്നുണ്ട്, ഹരിയടാ അവൾ അങ്ങനെ ഇന്ന് ആദ്യ രാത്രി സ്വപ്നം കണ്ട് ഇന്ന് ആദ്യ രാത്രി ആഘോഷിക്കാന്നൊക്കെ വെച്ചിട്ട് ഇരിക്കുകയായിരുന്നു, അവളുടെ കല്യാണം അലമ്പിപ്പോയതുകൊണ്ട് വല്ലാത്തൊരു സമാധാനം എന്ന് പറയുവാണ്. ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട്, എടാ നീ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണോടാ എന്ന് പറയാണ്. നിനക്ക് എന്തൊക്കെ പറഞ്ഞാലും കാദംബരിയുടെ പോലത്തെ ഒരു ജീവിതം പോലും നിനക്ക് കിട്ടിയില്ലല്ലോടാ എന്ന് പറയുമ്പോൾ, മുത്തശ്ശി ആരുടെ ആയാലും തലവര എപ്പോഴെങ്കിലും ഒരു ദിവസം മാറും മുത്തശ്ശി എന്ന് വിക്രം പറയുമ്പോൾ, അതേടാ ശരിയാ മാറും, നിന്റെ മാറിയിട്ടുണ്ടായിരുന്നു ആ സോണി നിന്റെ ജീവിതത്തിൽ വന്നപ്പോൾ, പക്ഷെ ഇപ്പോഴത്തെ ആടകയല്ലേ നിന്റെ ജീവിതത്തിൽ വന്നിരിക്കുന്നത് എന്ന് പറയാണ്. ഇതെല്ലാം കേട്ട് ശരണി ഒരു മൂലക്ക് മാറി നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിക്രം പറയുന്നുണ്ട്, അതെ സോണി ഉള്ള സമയത്ത് എൻ്റെ ജീവിതം സ്വർഗമായിരുന്നു, എന്ത് പറയാനാ. ഞാൻ മുത്തശ്ശി നോക്കിക്കോ, ഞാൻ എങ്ങനെയെങ്കിലും നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ സോണിയുടെ ജീവിതത്തിലേക്ക് വീണ്ടും ഇടിച്ചു കയറും. അവളുടെ കുഞ്ഞുണ്ടല്ലോ എന്നെ വേണമെന്ന് പറഞ്ഞ് കരഞ്ഞ് വാശിപ്പിക്കുന്ന ഒരു ദിവസം വരും എന്ന് പറയുമ്പോൾ പ്രകാശം പറയുന്നുണ്ട്, നിന്റെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നീ അതിനുവേണ്ടി ശ്രമിക്കണം മോനെ, അവളെ എങ്ങനെയെങ്കിലും നിന്റെ വരുതിയിൽ കൊണ്ടുവരാം എന്ന് പറയുമ്പോൾ വിക്രം പറയുന്നുണ്ട്, അതെ അവളെ എങ്ങനെയെങ്കിലും എൻ്റെ വരുതിയിൽ കൊണ്ടുവരാം, അവളുടെ ജീവിതത്തിലേക്ക് എനിക്ക് ഇടിച്ചു കയറണം, അവളെ വീണ്ടും എനിക്ക് ഭാര്യയാക്കണം എന്നൊക്കെ വിക്രം പറയുവാണ്. അതിനുശേഷം അതൊക്കെ സൂക്ഷിച്ചു വേണട്ടോ മോനെ, അവളുടെ അച്ഛനും ആങ്ങളുണ്ടല്ലോ ആള് നിസ്സാരക്കാരല്ല എന്ന് മുത്തശ്ശി പറയാണ്. അവരെങ്ങാനും നിന്നെ ഇടിക്കാൻ വന്നാലുണ്ടല്ലോ നിന്റെ അച്ഛൻ കയ്യും കെട്ടി നോക്കിയിരിക്കുള്ളൂ എന്ന് മുത്തശ്ശി പറയുമ്പോൾ പ്രകാശം പറയണ്ടേ, എന്താ അമ്മ അങ്ങനത്തെ ഒരു വർത്താനം പറഞ്ഞെന്ന് പറയുമ്പോൾ, അല്ല നിന്റെ കരളും കിഡ്നി എല്ലാം പോയി കിടക്കുവാണല്ലോ എന്ന് പറയുമ്പോൾ വിക്രം പറയണ്ട, അതെ അച്ഛന് ചെക്കപ്പിനും കാര്യങ്ങളൊക്കെ ഇതിനെ പോകേണ്ടതല്ലെന്ന് പറയുമ്പോൾ പ്രകാശം പറയണ്ട, എന്തിനാടാ മോനെ അതിനെയൊക്കെ പോണത്, എനിക്ക് ഇനി ആയുസ് ഒന്നും നീട്ടി കിട്ടണ്ട, എന്തിനാ ആയുസ് നീട്ടി കിട്ട്, കല്യാണിയുടെ വളർച്ചയും നിന്റെ തളർച്ചയും കാണാനായിട്ടോ, ഒരിക്കലും വേണ്ട, ഉള്ള ജീവിതം അങ്ങോട്ട് പോയി തീർന്നാൽ മതി എന്നൊക്കെ ഉള്ളൂ എന്ന് പറയുവാണ്. ഇതെല്ലാം കേട്ട് ശരണ്യ ഒരു മൂലക്കിനെ മാറി നിൽക്കുവാണ്. വിക്രം പറയുന്നുണ്ട്, നമ്മുടെ ജീവിതമൊക്കെ ശരിയാവോ വെച്ചാൽ നമ്മൾ സ്വപ്നം കണ്ട പോലെ തന്നെ സോണി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വീണ്ടും വരും, അത് നോക്കിക്കോ, അതോടുകൂടി നമ്മുടെ ജീവിതം വീണ്ടും മാറി മറിയാൻ പോവാണ്, സോണിനെ ഞാൻ പിന്നെയും പിന്നാലെ നടക്കാൻ പോവാണ് വെച്ചാൽ അവളുടെ പിന്നാലെ നടന്ന് അവളിനെ കറക്കി വീഴ്ത്തും, അച്ഛൻ നോക്കിക്കോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ സോണിയുടെയും ആൽബിയുടെയും ഫസ്റ്റ് നൈറ്റ് ആണ് കേട്ടോ. അങ്ങനെ ആൽബി സോണിനെയും കാത്ത് മണിയറയിൽ കാത്തിരിക്കുന്ന സമയത്ത് സോണി ഒരു ഗ്ലാസ് പാലൊക്കെ ആയിട്ട് വരുവാണ്. സോണിനെ കണ്ട് ആൽബി കുറച്ചുനേരം സോണിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം റൂമിലേക്ക് വന്നതിന് ശേഷം ആൽബി വാതിലടച്ചിട്ട് സോണിയോട് ചോദിക്കുന്നുണ്ട്, മോൾ ഉറങ്ങിയോ? ഉറങ്ങി, അവൾക്ക് ഈ വീടൊക്കെ ഒത്തിരി ഇഷ്ടമെന്ന് തോന്നുന്നു എന്ന് ആൽബി പറയുമ്പോൾ അതെ എന്ന് പറയാണ്. ഈ മോളുടെ അമ്മക്ക് ഇഷ്ടമായോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കും ഇഷ്ടമെന്ന് പറയാണ്. എങ്കിലും ഇവിടെ ഇരിക്കുമെന്ന് പറയുവാണ്. അതിനുശേഷം ആൽബി പറയുന്നുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും ഒരുപാട് പ്രതിബന്ധങ്ങളും എല്ലാം തരണം ചെയ്തിട്ടാണ് നമുക്ക് ഇന്നത്തെ ഒരു ദിവസം കിട്ടിയത് എല്ലേടോ എന്ന് പറയുമ്പോൾ സോണി പറയേണ്ട, അതെ മോളെ തട്ടിക്കൊണ്ടുപോയെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമമായി, പിന്നെ ഒന്നും വേണ്ടെന്ന് ഞാൻ വിചാരിച്ചതെന്ന് പറയുമ്പോൾ, അങ്ങനെ ഞാൻ തന്നെ വിടില്ലടോ, കാരണം എന്താണെന്നറിയാവോ, ഞാൻ ആദ്യമായിട്ട് കണ്ട് ആദ്യത്തെ നോട്ടത്തിൽ തന്നെ ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ തന്നെ ഞാൻ ഒരിക്കലും കൈവിടില്ല എന്ന് പറയുകയാണ്. അതിനുശേഷം സോണിനെ ചേർത്ത് പിടിച്ച് ഒരു ഉമ്മ കൊടുക്കുമായിട്ടോ ആൽബി. അതിനുശേഷം സോണി പറയുന്നുണ്ട്, ഈ അവസരത്തിൽ ചോദിക്കാമോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്താന്ന് ചോദിക്കുമ്പോൾ സോണി പറയുന്നുണ്ട്, വിക്രം എങ്ങാനും എൻ്റെ ജീവിതത്തിൽ വീണ്ടും വന്ന ആൽബിയേട്ടൻ എന്ത് ചെയ്യും? താൻ അവൻ്റെ കാര്യം പറയണ്ട കേട്ടോ, എനിക്കിതൊക്കെ അറിയാവുന്ന കാര്യമല്ലേ, അവനിനി ആര് വന്നാലും തന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല, താൻ എൻ്റെ മാത്രമാടോ എന്ന് പറഞ്ഞിട്ട് സോണിനെ ചേർത്ത് പിടിച്ച് പിന്നെ അവിടെ ഫസ്റ്റ് നൈറ്റും അവിടെ റൊമാൻറ്റിക് സീനും ഒക്കെ കേട്ടോ കാണിക്കുന്നത്. അങ്ങനെ അവരുടെ അവിടെ ഫസ്റ്റ് നൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കല്യാണി ഇങ്ങനെ തുണിയൊക്കെ മടക്കുന്ന സമയത്ത് കിരൺ വരുന്നുണ്ട്. അപ്പുറത്തെ വീട്ടുകാരൊക്കെ ഉറങ്ങിയോ ആവോ എന്ന് പറയുമ്പോൾ അവരെ ഉറങ്ങിയാലും ഇല്ലെങ്കിലും കിരണേട്ടൻ്റെ ഫോൺ ആ മനോഹർ എടുക്കും. നമ്മൾ തമ്മിലുള്ള ഡീൽ അവനോട് പറഞ്ഞതാണല്ലോ, അതെ അവനൊന്ന് വിളിച്ചു നോക്കാം, കാര്യങ്ങൾ എന്തായെന്ന് ഒന്ന് അറിയാലോ എന്ന് കിരൺ പറയാണ്. അങ്ങനെ കല്യാണി കിരണോട് പറഞ്ഞിട്ട് ശരി അവനൊന്ന് വിളിച്ചു നോക്കാൻ പറയുവാണ്.
അങ്ങനെ കിരൺ മനോഹറിനെ വിളിക്കുവാണ്. മനോഹറിനെ വിളിക്കുന്ന സമയത്ത് ഇതാരാ എൻ്റെ ഫോണിൽ ഈ സമയത്ത് എന്ന് പറഞ്ഞാൽ മനോഹർ ഫോൺ നോക്കുമ്പോൾ കിരണാണ് കേട്ടോ. അപ്പുറത്ത് ഇപ്പുറത്ത് ആരും ഇല്ലെന്ന് ഉറപ്പുവരുത്തിന് ശേഷം മനോഹർ ആ ഫോൺ എടുക്കുവാണ്. ഹലോ അളിയ എന്ന് പറയുമ്പോഴേക്കും അളിയനോ, ആരാടാ നിന്റെ അളിയൻ? നിനക്ക് കേരളത്തിലും ഇന്ത്യയിലൊക്കെ ഒരുപാട് അളിയന്മാർ വേറെ ഉണ്ടല്ലോ, ദേ നീ എന്നെ അളിയനാക്കണ്ട എന്ന് പറയാണ്. സോറി സാർ പറയണം എന്താന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യം എന്തായടാ, ഞങ്ങൾ പറഞ്ഞതിനെ കുറിച്ച് നീ അവിടെ ചെയ്യുന്നുണ്ടോ? പിന്നെ ഞാൻ അതിൻ്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നീ ഒരിക്കലും മറക്കരുത്, ഞാനത് ഓർമ്മപ്പെടുത്താൻ വേണ്ടി വിളിച്ചതാണ്. എത്രയും പെട്ടെന്ന് ഞങ്ങൾ പറഞ്ഞ പോലെ നീ ചെയ്യണം. നിനക്കറിയാലോ ഇന്ന് എൻ്റെ സോണിയുടെ വിവാഹമായിരുന്നു. ആ വിവാഹം മുടക്കാൻ വേണ്ടി നിന്റെ അമ്മായപ്പൻ ആ ബകാസുരൻ എന്തൊക്കെ ചെയ്തെന്നറിയാവോ? അതുകൊണ്ട് അയാൾക്കുള്ള പണി എത്രയും പെട്ടെന്ന് കൊടുക്കണം. അത് നീ തന്നെ കൊടുക്കണം. എന്നിട്ട് ഞങ്ങളെ വിളിച്ചു പറയണം. അതിനെന്താ കിരൺ സാർ, അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കഴിഞ്ഞു. ഇനി അയാളിതിലേക്ക് വീണാൽ മാത്രം മതി. ശരി, നിന്നെ ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ വിശ്വാസമുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ പടപടാൻ നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കിരൺ ഫോൺ കട്ട് ചെയ്യുവാണ്. അങ്ങനെ കിരൺ ഫോൺ കട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സരയു മനോഹറിൻ്റെ അടുത്തേക്ക് വരുവാ കേട്ടോ. ആരാ മനുവേട്ടാ വിളിച്ചത്? അതെൻ്റെ അമേരിക്കയിലുള്ള ഒരു ഫ്രണ്ടാണ്. എന്താ വിളിച്ചത്? അമേരിക്കയിലൊരു 10 സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്ക് ഉണ്ടെന്ന്, അതെന്നോട് മേടിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചതാണ്. 10 സെൻറ്റ് സ്ഥലമോ? അതെ, അതിന് $1,00,000 ആവും. അതേ, അത്രയേ ഉള്ളൂ സ്ഥലത്തിന് വില. എൻ്റെ പൊന്നു മോളെ, $1,00,000 എന്ന് വെച്ചാലേ 1 കോടി വരും. 1 കോടി. പിന്നെ എൻ്റെ അക്കൗണ്ടിൽ 500 കോടിയിൽ കൂടുതലുണ്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ അതൊക്കെ മതി. നമുക്ക് ഇവിടെ തന്നെ അടിച്ചു പൊളിച്ച് ജീവിക്കാന്ന് പറയുമ്പോൾ അയ്യോ അത് പറ്റില്ല മനുവേട്ടാ, നമ്മുടെ കുഞ്ഞ് ജനിക്കേണ്ടത് അമേരിക്കൻ സിറ്റിസനെ ആയിട്ടായിരിക്കണം എന്ന് പറയുമ്പോൾ മനോഹർ പറയുന്നുണ്ട്, അമേരിക്ക മാത്രമല്ല സിറ്റിസൺ, എനിക്ക് സ്വിറ്റ്സർലാൻഡിലുണ്ട്, കൊറിയയിലുണ്ട് എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ മനോഹർ പറയുന്നുണ്ട്, മോൾക്കറിയാലോ ഈ നമ്മുടെ ലോകത്തെ ഏറ്റവും ഭംഗിയുള്ള സ്ഥലമാണ് സ്വിറ്റ്സർലാൻഡ്. അവിടെ നമുക്ക് ബാങ്കോക്കിലൊക്കെ പോകണമോ നമ്മുടെ കുട്ടിയായിട്ട് എന്നൊക്കെ പറയുവാണ്. കഴിഞ്ഞ ആഴ്ച ഞാൻ പുനലൂർ വരെ പോയായിരുന്നു. അതെന്തിനാ? ഒരു പെണ്ണ് കാണാനോ? ആർക്ക്? മനുവേട്ടനോ? അല്ലല്ലേ, എൻ്റെ ഫ്രണ്ടിന്. എന്ത് ചൂടാണെന്ന് അറിയാവോ? അതേ മനുവേട്ട, ഇവിടെയൊക്കെ ഭയങ്കര ചൂടാ. നമുക്ക് എത്രയും പെട്ടെന്ന് അമേരിക്കയിൽ പോകണം. മോളെ അമേരിക്കയിൽ പോവാം. പക്ഷേ ഒരു കാര്യം. എന്താ മനുവേട്ട? നിന്റെ വട്ടൻ അച്ഛനെ ഈ അവസ്ഥയിൽ കൊണ്ടുപോകാൻ പറ്റില്ല. അയാളുടെ അസുഖം മാറ്റിയിട്ടേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ അത് ശരിയാ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ മോളും മോളുടെ അമ്മയും കൂടി ചേർന്ന് പൊടിയോ മരുന്നോ എന്തെങ്കിലുമൊക്കെ കലക്കി അയാൾക്ക് കൊടുത്ത് മയക്കി കിടത്തണം. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റെന്ന് പറയുമ്പോൾ അതൊക്കെ ഞാൻ നോക്കാം മനുവേട്ട. എന്തായാലും ഞാൻ എത്രയും പെട്ടെന്ന് മനുവേട്ട പറഞ്ഞ പോലെ തന്നെ അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാം എന്ന് സരയു പറയുക കേട്ടോ. അത് കേട്ട് മനോഹറിന് ചിരി വരുവാണ്. അതിനുശേഷം കാണിക്കുന്നത് രാവിലെയാണ്. രാവിലെ തന്നെ നമ്മുടെ മുത്തശ്ശി അടുക്കളയിൽ പായസം വെച്ചുകൊണ്ടിരിക്കുവാണ്. ആ സമയത്ത് കറിക്ക് അരിഞ്ഞുകൊണ്ടിരിക്കുക പ്രകാശൻ. മുത്തശ്ശി പറയണ്ട, ഹാവൂ എത്ര നാളിന് ശേഷമാണ് പായസമൊക്കെ വെച്ചിട്ട്. അടിപൊളിയായിട്ടുണ്ട് പ്രകാശ, ആ പണിയൊക്കെ ഞാൻ ചെയ്തോളാം. വേണ്ട അമ്മേനെ ഞാൻ സഹായിക്കാം എന്ന് പറയാണ്. പാചകത്തിൻ്റെ മണമൊക്കെ നന്നായിട്ട് മണത്തിട്ട് വിക്രം അങ്ങോട്ടേക്ക് വരുവാണ്. എന്താ ഒരു മണം, എത്ര നാളായി ഈ മണം ഒന്ന് തന്നെ മൂക്കിലൊന്ന് അടിച്ചിട്ട് എന്ന് പറയുമ്പോൾ അതേടാ കുറേ അത് സാധാരണ പാചകമല്ല എന്ന്, വെജും നോൺ വെജും എല്ലാം ഉണ്ട്, അതുകൊണ്ടൊരു പ്രത്യേക മണോ അല്ലേടാ എന്ന് പറയുമ്പോൾ അതേ മുത്തശ്ശി എന്ന് പറയുവാണ്. എന്തായാലും അവളുടെ കൂട്ടുകാരി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരട്ടെ, അപ്പം നമുക്ക് ഇതുപോലത്തെ ഭക്ഷണം കഴിക്കാമല്ലോ എന്ന് മുത്തശ്ശി പറയുമ്പോൾ അതെല്ലാം കേട്ടുകൊണ്ട് ഒരു പുച്ഛത്തോടു കൂടി ഒരു ആക്കിയതോടു കൂടി ഒരു ചിരിയോട് കൂടി ശരണ്യ അവരുടെ മുമ്പിലേക്ക് വരുന്ന ഭാഗത്തോട് കൂടിയിട്ടാണ് എപ്പിസോഡ് തീരുന്നത്. ആൽബിയും സോണിയും വരുന്നത് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചില്ല. അത് മിക്കവാറും നാളെ ആയിരിക്കും വിക്രത്തിന് കിളി പോകുന്ന ഭാഗങ്ങൾ. കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.